ബേക്കറികളിലെ ചില്ലുകൂട്ടിലെ കളർഫുൾ താരമായിട്ടുള്ള ജിലേബി കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഡെസേർട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ജിലേബി ചെയ്തെടുക്കാനായിട്ട് ഉഴുന്ന് 250 ml കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 300 ഗ്രാം അങ്ങനെ എടുത്താലും മതി കേട്ടോ. ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് ബ്ലെൻഡറിലേക്ക് മാറ്റുക. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ നരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വീതം അരിപ്പൊടിയും അതുപോലെ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും പിന്നെ കളർ ഓപ്ഷണലാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകിൽ പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ മിൽക്കിൻ്റെ പാക്കൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാരിസൺസ് ഗ്രൂപ്പിൻ്റെ അതിഥി സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഈ ഒരു അതിഥി സൺഫ്ലവർ ഓയിൽ എന്ത് തന്നെ കുക്ക് ചെയ്താലും ഫ്രൈ ചെയ്താലൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് ജിലേബിയുടെ ഷേപ്പിലേക്ക് ഒന്ന് പൈപ്പ് ചെയ്തെടുക്കാം. 2 സൈഡിൽ നിന്ന് മൂപ്പിച്ചെടുക്കണേ. അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പിനായിട്ട് പാനിലേക്ക് പഞ്ചസാര, ഏലക്ക, വെള്ളം, കയ്യിലുണ്ടെങ്കിൽ കുറച്ച് സാഫ്രോണോട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ തിളച്ചതിന് ശേഷം കുറച്ച് നെയ്യും വിനീഗറും കൂടി ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത ഓരോന്നും നമ്മളിതിലേക്ക് ഒരു 15 മിനിറ്റ് ടൈം അങ്ങ് ഡിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് നമുക്ക് സെർവ് ചെയ്യാനുള്ള ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് കൂടി ഒന്ന് ചെയ്തെടുക്കാവേ. അപ്പോൾ പാനിലേക്ക് കസ്റ്റേർഡ് പൗഡർ, പാല്, പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് കിട്ടുമ്പോൾ ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ആ ഒരു എടുത്ത് വെച്ചിട്ടുള്ള ജിലേബി ഇതിലേക്ക് അങ്ങ് കൊടുക്കാവേ. കുറച്ച് നട്ട്സും കൂടെയൊക്കെ ഒന്ന് ടോപ്പിലേക്ക് കൊടുത്തിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.